ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ലാസ്റ്റത്തെ കുറച്ച് വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, എനിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് കമൻസ് ഉണ്ട്. അത് ടീച്ചിങ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതായത് ഞാനിവിടെ ഒരു ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒമാനിൽ. അപ്പോൾ ഒരുപാട് പേർക്ക് ഇവിടെ ടീച്ചിങ് ജോബിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവരാണ് ഈ കമൻസ് ഒക്കെ ഇടുന്നത്. അപ്പോൾ അവരുടെ മെയിൻ ആയിട്ട് കുറേ എൻക്വയറീസ് വരുന്നുണ്ട് എനിക്ക്, എങ്ങനെ ടീച്ചിങ് ജോബിന് അപ്ലൈ ചെയ്യാം, ഇന്റർവ്യൂ പ്രോസസ്സ് എങ്ങനെയായിരിക്കും, എന്തൊക്കെ അറ്റസ്റ്റേഷനും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്താ പറയുക, എൻ്റെ ഒരു ടീച്ചിങ് ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. ഇത് കംപ്ലീറ്റ്ലി എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും ഇതുപോലെ ആവണമെന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ. ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്കൂൾ ഇൻ്റർവ്യൂ പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത്, എന്തൊക്കെ റൗണ്ട്സ് ഉണ്ടാകും, എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിന് എക്സ്പ്ലെയിൻ ചെയ്യാം. ടീച്ചിങ് ജോബ് ട്രൈ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം തന്നെ ഞാൻ ചെറിയൊരു ഓവർവ്യൂ തരാം. എൻ്റെ ഇന്റർവ്യൂ പ്രോസസ്സിൽ ഉണ്ടായിരുന്ന പ്രധാന റൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ പേപ്പർ എക്സാം, അപ്ലൈഡ് സബ്ജക്ട് എക്സാം, പാനൽ ഡിസ്കഷൻ, ഡെമോ ക്ലാസ് ആൻഡ് ഫൈനൽ പാനൽ ഇന്റർവ്യൂ. ഇതൊക്കെയായിരുന്നു കേട്ടോ എനിക്കുണ്ടായിരുന്ന ഓരോ റൗണ്ട്സ്. അപ്പോൾ ഇതൊക്കെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യ റൗണ്ടായിരുന്നു ജനറൽ പേപ്പർ എക്സാം. ഇതൊരു ബേസിക് ടെസ്റ്റ് ആണ്. നമ്മുടെ ജനറൽ നോളജ്, ടീച്ചിങ് ആറ്റിറ്റ്യൂഡ്, റീസണിങ് പോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ മെയിനായിട്ടും ഉണ്ടാവുക. ഉദാഹരണത്തിന് ചൈൽഡ് സൈക്കോളജി, ക്ലാസ് റൂം സിറ്റുവേഷൻസ്, ബേസിക് ടീച്ചിങ് മെത്തേഡ്സ്, ഇതൊക്കെയായിരുന്നു കേട്ടോ. ഇപ്പൊ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് വളരെ ട്രിക്കി ഒന്നും ആയിരുന്നില്ല. പക്ഷെ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കണം. ബിക്കോസ് നമ്മൾ ആ ടൈമിൽ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് വേണം എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ ടിപ്പായിട്ട് പറഞ്ഞുതരാനാണെങ്കിൽ നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ടോപ്പിക്സ് ഒക്കെ റിവൈസ് ചെയ്യുക, ബേസിക് ജനറൽ നോളജ് ഉണ്ടായിരിക്കും, നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. എസ്പെഷ്യലി ഈ കറണ്ട് സിറ്റുവേഷൻ നമ്മൾ ശരിക്കും അപ്ഡേറ്റ് തന്നെ ആയിരിക്കണം. പിന്നെ ടൈം മാനേജ്മെന്റ് ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് എനിക്ക് ടിപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്നത് കേട്ടോ. അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്ട് എക്സാം ആയിരുന്നു. നമ്മൾ അപ്ലൈ ചെയ്ത സബ്ജക്റ്റ്, അതായത് ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ സബ്ജക്റ്റിനെ ആശ്രയിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു മാത്സ് ടീച്ചർ ആണെങ്കിൽ മാത്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഇംഗ്ലീഷ് ആണെങ്കിൽ ഗ്രാമർ, കോംപ്രഹെൻഷൻ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്, ടോപ്പിക്സ് ആയിട്ട് ഉണ്ടാവുന്നത്. പിന്നെ അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സബ്ജക്റ്റ് അറിയാമോ എന്നതല്ല, പകരം നിങ്ങൾക്കത് ടീച്ച് ചെയ്യാൻ പറ്റുമോ എന്നാണ്. ആ ഒരു സബ്ജക്റ്റ് നമ്മളെ കൊണ്ട് ടീച്ച് ചെയ്യാൻ പറ്റുമോ എന്നാണ് അവർ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക, അല്ലെങ്കിൽ സിമ്പിൾ എക്സ്പ്ലനേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ കുട്ടികൾക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമോ എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ ആ എക്സാം ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കരുത്, അത് കുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കണം നമ്മൾ എക്സാംസ് ക്ലിയർ ചെയ്യുന്നത്. കുട്ടികളായിരിക്കണം നമ്മുടെ സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആണല്ലോ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ കേന്ദ്രീകരിച്ചായിരിക്കണം നമ്മുടെ എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ഓരോ ആൻസേഴ്സും അങ്ങനെ തന്നെ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാനൽ ഡിസ്കഷൻ ആയിരുന്നു. ഇതിൽ നിന്ന് പറഞ്ഞത് ഓരോരുത്തർക്ക് ഓരോ ടോപ്പിക് ആയിരിക്കും തരുന്നത്, അതിനെക്കുറിച്ച് വേണം നമ്മൾ സംസാരിക്കാൻ. ഇത് ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ അവിടെ. അപ്പോൾ ഈ ടോപ്പിക്സ് ചിലപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റിയായിരിക്കും, അല്ലെങ്കിൽ ടെക്നോളജി ഇൻ ക്ലാസ് റൂം, അതല്ലെങ്കിൽ ഡിസിപ്ലിൻ ഇൻ സ്കൂൾസ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ടല്ലോ. അതിനകത്ത് ഓരോരുത്തർക്കും ഓരോ ടോപ്പിക് ആയിരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇനിഷ്യലി കുറച്ച് നെർവസ് ആയിരുന്നു ഒബ്വിയസ്ലി. പക്ഷെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഒരു ഫ്ലോ കിട്ടി, അങ്ങനെ അങ്ങ് പോയി. ഇനി ടിപ്പ് പറയുകയാണെങ്കിൽ ആദ്യം ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയുക, പിന്നെ 2-3 മെയിൻ പോയിന്റ്സ് പറയുക, പിന്നെ എന്താ പറയുക, അവസാനം ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നിർത്തുക. അതിൻ്റെ സിസ്റ്റമാറ്റിക് ഓർഡറിൽ പോവാം. പിന്നെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ആണ് ഇവിടെ കീ ആയിട്ടുള്ളത്. നമുക്കറിയാം, നമുക്ക് ഇംഗ്ലീഷ് അത്രയ്ക്ക് വലിയ ചിലപ്പോൾ നമുക്ക് അത്രയ്ക്ക് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ പെർഫെക്റ്റ് ഇംഗ്ലീഷ് ആവശ്യമൊന്നുമില്ല, ഇംഗ്ലീഷ് ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. വെറുതെ വാരി വലിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ ഈ റൗണ്ട്സ് ഒക്കെ ക്ലിയർ ആയി വന്നിട്ടാണ് നമുക്ക് ഡെമോ ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ ഡെമോ ക്ലാസ്സിന്റെ കാര്യങ്ങൾ നമ്മൾ ഒരു മുൻകൂട്ടി നമുക്ക് മെയിൽ അയക്കും. ഇന്ന ദിവസം ഇന്ന സമയത്ത് നമുക്ക് ഡെമോ ക്ലാസ് ഉണ്ടാണ്, ഇന്ന ടോപ്പിക് ആയിരിക്കും. ചില സ്കൂളുകാർ ടോപ്പിക്ക് തരും, ചില സ്കൂളുകാർ ടോപ്പിക്ക് തരത്തില്ല കേട്ടോ. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് തരും, നമ്മളത് ക്ലാസ് എടുത്ത് കാണിക്കണം. ഇപ്പൊ എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒരു ക്ലാസ് റൂം തന്നെ ആയിരുന്നു അത്. നമ്മൾ ചില സ്കൂളുകൾ കാണാം, ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ അങ്ങ് ഉണ്ടാക്കും, എന്നിട്ട് പാനൽസ് തന്നെ ആയിരിക്കും അവിടെ വന്നിട്ട് കുട്ടികളായിട്ട് ഇരിക്കുക. പക്ഷെ എനിക്ക് നേരെ തിരിച്ചായിരുന്നു, കുട്ടികളുടെ അടുത്തേക്ക് തന്നെയായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. കുട്ടികളുടെ കൂടെ തന്നെ ഈ പാനൽ ആൾക്കാരും ഉണ്ടായിരുന്നു അവിടെ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ കൂടുതലായിട്ട് അവർ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ടീച്ചിങ് സ്റ്റൈല്, കമ്മ്യൂണിക്കേഷൻ,
ഇൻട്രാക്ഷൻ വിത്ത് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ബോർഡ് വർക്ക്, അതൊക്കെ ആയിരിക്കും. പിന്നെ ന്യൂ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, കാരണം ഇറ്റ്സ് വെരി കോമ്പറ്റേറ്റീവ് വേൾഡ്. സോ നമ്മൾ എന്തൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ടാണ് ക്ലാസ്സിൽ ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ശ്രദ്ധിക്കുക. മീൻസ് അവർ ഈ പോയിന്റ്സ് ഒക്കെ അവർ നോക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ കുറച്ച് ക്യാച്ച് ആക്കുക, അല്ലെങ്കിൽ കുറേ എക്സാമ്പിൾസ് യൂസ് ചെയ്യാം. കുറേ വായി വെച്ച് യൂസ് ചെയ്യുന്നതല്ല, അത്യാവശ്യം നല്ല എക്സാമ്പിൾസ് ഒക്കെ യൂസ് ചെയ്യാം. കുട്ടികളെ ഇൻവോൾവ് ചെയ്യിക്കാം. ആക്ച്വലി സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആണ്. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവരായിട്ട് കൂടുതലായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. പിന്നെ എപ്പോഴും നല്ല പ്ലസന്റ് ആയിട്ട് ഇരിക്കുക. ഈവൻ ഇഫ് യു ആർ നെർവസ്, പ്ലീസ് ബി കോൺഫിഡൻറ്റ്, ആക്ട് കോൺഫിഡൻറ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ. കാരണം എൻ്റെയൊക്കെ കേസിൽ ഞാൻ ഭയങ്കര നെർവസ് ആവുന്ന ഒരാളാണ്. എൻ്റെ ഫേസ് അത് കറക്റ്റ് മനസ്സിലാക്കാനും പറ്റും. ഇപ്പോൾ അടുത്ത കൊണ്ടൊരു ഇൻ്റർവ്യൂവിന് ഞാൻ പോയപ്പോൾ എൻ്റെ പാനലിലുള്ള ആൾ എൻ്റെ അടുത്ത് ചോദിച്ചു, മാം യു ലുക്ക് സോ നെർവസ്. അത് സത്യമാണ്, കാരണം എനിക്ക് നെർവസ് ആവുന്ന എൻ്റെ ഫേസിൽ കാണിക്കും. അത് ശരിക്കും നെഗറ്റീവാണ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കലും നെർവസ് ആവരുത്, നല്ല ഒരു കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പോവാം. അടുത്തത് എന്ന് വെച്ചാൽ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ പാനൽ ഇന്റർവ്യൂ ആയിരുന്നു, ലാസ്റ്റ് റൗണ്ട്. ഇവിടെ അവർ എന്നോട് ചോദിച്ച കാര്യങ്ങൾ, വൈ ഡു യു വാണ്ട് ടു ബിക്കം എ ടീച്ചർ, ദെൻ ഹൗ ഡു യു ഹാൻഡിൽ ഡിഫിക്കൽട്ട് സ്റ്റുഡൻസ്, ലൈക്ക് ഇപ്പം നമുക്കറിയാം ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും ക്ലാസ്സിൽ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതിനെക്കുറിച്ചൊക്കെയാണ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ സ്ട്രെങ്ത്, എൻ്റെ വീക്ക്നെസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹോണസ്റ്റ് ആയിട്ട് ആൻസേഴ്സ് കൊടുക്കുക, ഒരിക്കലും അവിടെ എന്താ പറയുക ഫേക്ക് ആവരുത്, ഹോണസ്റ്റ് ആൻസേഴ്സ് കൊടുക്കുക. ബേസിക്കലി നമ്മൾ NEP 2020 അതേക്കുറിച്ചൊക്കെ നല്ല അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കണം. കാരണം എൻ്റെ ഇൻ്റർവ്യൂവിന് എനിക്ക് മെയിനായിട്ട് വന്ന ക്വസ്റ്റ്യൻസ് റിഗാർഡിങ് NEP തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് നമുക്ക് അത്യാവശ്യം നല്ല നോളജ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഫ്രണ്ട്സ് എൻ്റെ കംപ്ലീറ്റ് ടീച്ചർ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ്. ജനറൽ പേപ്പർ മുതൽ ഫൈനൽ ഇൻ്റർവ്യൂ വരെയുള്ള എല്ലാ സ്റ്റേജസും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ടീച്ചിങ് ജോബിനായി തയ്യാറെടുക്കുന്നവർക്ക് ഈ പ്രോസസ്സ് എങ്ങനെയായിരിക്കും എന്നൊരു ക്ലാരിറ്റി ഈ വീഡിയോ വഴി കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻ്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ പലർക്കും ടെൻഷൻ ഉണ്ടാവും, പക്ഷെ ശരിയായ പ്രിപ്പറേഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു ചെറിയ സജഷൻസ് കൂടെ ഞാൻ പറയാം. നിങ്ങൾക്ക് സബ്ജക്റ്റ് അറിവ് മാത്രം മതി എന്ന് കരുതരുത്. കോൺഫിഡൻസ്, കമ്മ്യൂണിക്കേഷൻ, ക്ലാസ് റൂം ഹാൻഡ്ലിംഗ് ഇവയും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ അവർക്കും ഷെയർ ചെയ്യുക. ഇനിയും ടീച്ചിങ് റിലേറ്റഡ് വീഡിയോസ്, ഇന്റർവ്യൂ ടിപ്സ്, ക്ലാസ് റൂം ഐഡിയാസ് എന്നിവയ്ക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. See you all in my next video. Until then, take care. Bye.